കുറേ ദിവസമായിട്ടോ വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഇന്ന് വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് റൈസേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു മസാല ഇട്ട ബോക്സ് മീഷോന്ന് മേടിച്ചാണ്. അത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. കാരണം നമുക്ക് മസാലയൊക്കെ സെപ്പറേറ്റ് ഇട്ട് വെക്കാം. പിന്നെ ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് ആണല്ലോ കണക്ക്. അതുപോലെ 3 ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. മസാലയൊക്കെ ഇട്ട് കൊടുത്തു, കെയ്യ് വെച്ച് അരി ഇട്ട് ഉപ്പ് ഇട്ട് പിന്നെ കുറച്ച് നെയ്യും കൂടി വെച്ചിട്ട് ഒരു വിസിൽ അടിച്ചെടുക്കാം. ഇനിയപ്പോഴേക്ക് മസാല റെഡിയാക്കാം. സവാള, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ കെയ്യ് വെച്ച് ചിക്കനും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഇത് ഒരു 3 മസാല മാത്രമേ ഇടുന്നുള്ളൂ. ഈ ഒരു സവാളയുടെ കളർ എങ്ങനെ ഇരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മോക്ക് ചിക്കൻ വറുത്തതിൻ്റെ എണ്ണയിലാണ് സവാള ഇട്ട് വറുത്തത്. അതായത് സവാളയുടെ കളർ എങ്ങനെ ഇരിക്കുന്നു കേട്ടോ. പിന്നെ 2 ടീസ്പൂണ് തൈരും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് മല്ലിയെല്ലാം കൂടെ ഇട്ടിട്ട് ഇതൊന്ന് കുറച്ച് നേരം അടിച്ച് വേവിച്ച് കൊടുക്കാം. അധികം മസാലേൻ്റെ ആവശ്യമൊന്നുമില്ല ചിക്കൻ ബിരിയാണി എടുത്തിട്ടോ. അപ്പം ഞാൻ എൻ്റെ ഇടയ്ക്ക് ഇതേ കസ്തൂരി മഞ്ഞളും തേനും കൂടെ ഇട്ടിട്ട് പിമ്പിൾസ് ഉള്ള ഭാഗത്ത് ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട്. നല്ല വേദനയുള്ള പിമ്പിൾസ് ഒക്കെ വരികയാണെങ്കിൽ ഇത് ചെയ്താൽ മതി. രാവിലെ ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് മാറിക്കോളും. അപ്പോഴേക്ക് നമ്മളെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടില്ല. ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ദം ഇട്ടാൽ മാത്രം മതി. റൈസ് ചിക്കൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എല്ലാം കൂടെ ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ തേങ്ങാപ്പാലും മഞ്ഞളും കൂടി കലക്കിയിട്ട് ഒന്ന് കളറിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ നമ്മൾ സവാള വറുത്തിട്ടുണ്ടായിരുന്നു അതും, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി അതെല്ലാം കൂടെ വറുത്തതും അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് സെറ്റാക്കി വെച്ചിരിക്കാം. മേലെ കുറച്ചും കൂടി മല്ലിയില ഇട്ട് ഒന്ന് മൂടി വെച്ച് ചെറിയ തീയിലൊന്ന് വെച്ചെടുക്കാം. ഇനി കുറച്ച് സാലഡും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മൾ സംഭവമൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്, ഗ്രേവിയും റൈസും കൂടെ. അപ്പോൾ ഇനി കഴിച്ചാൽ മാത്രം മതി. ഞാൻ തന്നെ ഫസ്റ്റ് പോകുന്നത്. അപ്പോൾ അതേ ഞാൻ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ചേട്ടനോട് പറയാവൂ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന്. അപ്പം അധികം മസാല ഇടാൻ തോന്നുന്നു. നല്ല രസം ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.